ഈ കലാകാരന്മാർക്ക് വേണ്ടി സംസാരിച്ചിട്ട് അവസരങ്ങൾ ഒരുപാട് നിഷേധിക്കപ്പെട്ടു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ? പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ പ്രശ്നം ഞാൻ ഒറ്റയ്ക്ക് പലപ്പോഴും ഫേസ്ബുക്കിലും അല്ലെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടിയിരുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയത് എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ട്. അത് വേറൊന്നുമില്ല, ഞാൻ കലാകാരന്മാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് വേറൊരു തരത്തിൽ മറ്റ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു പോവുക അല്ലെ മതവൽക്കരിക്കപ്പെട്ടു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു? എക്സാമ്പിൾ പറയാൻ നമ്മളിപ്പം എന്താ പറയുക, സർക്കാർ നിർദ്ദേശപ്രകാരം ഈ കൊറോണ കാലമായതുകൊണ്ട് 1500 പേരെ വരെ അനുവദിച്ച് ഉത്സവം നടത്താമെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ഉത്സവത്തിന് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പെർമിഷനൊക്കെ കിട്ടി. ആകെ 500,000 ആൾ പ്രാദേശികർ മാത്രം ഉണ്ടാകുന്ന ഉത്സവമാണെന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് എൻ്റെ നാട്ടിലെ ഉത്സവത്തിന് പാടാൻ വേണ്ടിയിരിക്കുന്ന അന്ന് രാവിലെ എല്ലാവരും സിംഗേഴ്സൊക്കെ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് SP-യുടെ ഓർഡർ ഉണ്ട്, പിന്നെ പരിപാടി നടത്താൻ പറ്റൂല, കലാപരിപാടിക്കുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ ഈ 1500 ആളുകളെ അനുവദിച്ചതിൽ കലാപരിപാടി പാടില്ല എന്ന് എവിടെയും നമ്മളാരും കണ്ടിട്ടില്ല. പിന്നെ വേറെ ഏതോ സ്ഥലത്ത് നടന്ന ഒരു ഇൻസിഡന്റിന്റെ പേരിലാണ് നമ്മളെ ജില്ലയൊക്കെ കഴിഞ്ഞ് 2 ജില്ല കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നടന്ന ഏതോ ഒരു കല്യാണ വീട്ടിൽ നടന്ന പ്രശ്നത്തിനാണ് ഇവിടെയും അങ്ങനെ ആളുകൾ പിന്നെ ഗാനമേള കേൾക്കാൻ വന്നാൽ തല്ലുണ്ടാവെന്ന് പറഞ്ഞിട്ട് ഇവർ വേണ്ട ഇത് സ്റ്റോപ്പ് ചെയ്യിച്ചത്. അപ്പോൾ ഞാൻ അതിനെതിരെ സംസാരിച്ചു, ശക്തമായിട്ട് സംസാരിച്ചു. അപ്പോൾ തൊട്ടടുത്ത ദിവസം അതിന് താഴെ തന്നെ കമന്റുകൾ കാണേണ്ടതായിരുന്നു. അതായത് ഈ സർക്കാരിൻ്റെ ഉത്തരവിനെതിരെയാണ് ഞാൻ സംസാരിച്ചതെന്ന് വിചാരിച്ചിട്ട്. സത്യത്തിൽ സർക്കാർ 1500 പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതല്ലാതെ പിന്നെ അവിടെ കലാപരിപാടി വേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം കലാപരിപാടികൾ ആ സമയത്ത് മറ്റ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അവിടെ ഏതോ ഒരു പ്രത്യേക വ്യക്തികളുടെ താല്പര്യത്തിനായിരിക്കും അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ സംസാരിച്ചത് ഈ സിസ്റ്റത്തിനെതിരെയാണെന്ന് വിചാരിച്ചിട്ട് ആളുകൾ എന്നെ താഴെ ഒരുപാട് പൊങ്കാലിട്ടവരുണ്ട്, അവരുടെ പക്ഷത്തിനെ അനുകൂലിക്കുന്നവർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ആഴ്ച നടക്കേണ്ടിയിരുന്ന പരിപാടി ഈ പറഞ്ഞ പാർട്ടിക്കാരുമായിട്ട് ബന്ധമുള്ള ആളുകളതായതുകൊണ്ട് അതും കല്യാണ വീട്ടിലെ പരിപാടി എന്നെ വേണ്ടാന്ന് വെച്ചു. അതിന് ലൈവ് വല്ലോട്ടായിരുന്നോ? അത് ലൈവ് പോയതിന്റെ ഭവിഷ്യത്താണ് കണ്ടത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്ന് തന്നെ ആ നിമിഷം തന്നെ ലൈവ് പോയി. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് മനസ്സിലാകുന്നില്ല. സത്യത്തില് ഈ കോവിഡ് വന്നപ്പോഴത്തെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തൊരു വിഭാഗം കലാകാരന്മാർ. പിന്നെ ആദ്യം അടക്കപ്പെടുന്നതും ഏറ്റവും അവസാനം തുറക്കപ്പെടുന്നതും നമ്മളെ. അതിന് തൊട്ടു മുമ്പുള്ള പ്രളയങ്ങള്, അതിനുശേഷം വന്ന ഈ കോവിഡ് എല്ലാം കൂടെ 2-3 വർഷത്തോളം ശരിക്കും പറഞ്ഞ പ്രോഗ്രാംസ് ഒക്കെ ഇല്ലാതായി. ഞാനും ആ സമയത്ത് ഒരു എന്താ പറയാ, എൻ്റെ സുഹൃത്തിൻ്റെ ടെക്സ്റ്റൈൽസിൽ ദിവസക്കൂലിക്ക് ജോലിക്ക് വരും 3 മാസം. പോവാതിരിക്കാൻ രക്ഷയില്ല. കാരണം പോവാതിരിക്കാൻ യാതൊരു രക്ഷ. നമുക്ക് ഈ എടുത്തു വെച്ച ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, അതൊക്കെ കൂട്ടി ആണ് വീട് എടുത്തത്. വീട് കൂടൽ കഴിയലും ഈ കൊറോണ വളരെ രൂക്ഷമായി. അങ്ങനെ പരിപാടികളെല്ലാം തന്നെ ഇല്ലാണ്ടായി. ആകപ്പാടെ തുറക്കപ്പെടുന്നത് കുറച്ച് എണ്ണപ്പെട്ട കടകൾ മാത്രം. അപ്പോൾ ഞാൻ അവിടെ അല്ല, തീർച്ചയായിട്ടും ഷാഫി പറഞ്ഞ സത്യം തന്നെയാണ് കേട്ടോ. കാരണം അതിനകത്ത് യാതൊരു സംശയമില്ല. പുണ്യദിനത്തിൽ ഈ പെരുന്നാളിൻ്റെ എന്നെ കൊണ്ടിരുത്തിയിട്ട് ടെൻഷൻ അടിപ്പിക്കും. ടെൻഷൻ വേണ്ട, ഷാഫി ഒരു പാട്ട് പാടും, കേൾക്കട്ടെ. ഷാഫിയുടെ പാട്ട് മനോഹരമായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ പെരുന്നാളുടെ അവസരങ്ങളിൽ പ്രോഗ്രാമിന് പോകുന്ന സ്ഥലമാണ് പ്രവാസ ലോകത്ത്, GCC എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താണ് ഷാഫിയുടെ ഒരു ഏരിയയാണ്. കാരണം ഷാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാണ്, എന്നെയും സാറിനെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഗായകന്മാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ ഗോൾഡൻ വിസ സാറിന് തന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും എനിക്ക് ഗൾഫിലുള്ള UAE-യിലുള്ള എല്ലാവരോടും എനിക്ക് ഒരുപാട് സ്നേഹമാണ്. ഈ റംസാൻ ദിനത്തിൽ എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. മാത്രവുമല്ല, എനിക്ക് ഷാഫി പറഞ്ഞ പോലെ ഗായകരുടെ കൂട്ടത്തിൽ എന്താണ് UAE, അറബ് രാജ്യമായ UAE എനിക്ക് ഗോൾഡൻ വിസ തന്നു. ഫസ്റ്റ് സാറിനാണ് ഇന്ത്യയിലുള്ള. നിങ്ങളുടെ സ്നേഹം ദുബായിലെ നമ്മുടെ മലയാളികൾ മാത്രമല്ല, ദുബായ് ഒഫീഷ്യൽസിൻ്റെയും their love towards me is great. Thank you so much. അപ്പം അവർക്ക് വേണ്ടി ഒരു പാട്ട്. കാത്തുകാത്തോരവധി വരുമ്പോൾ കൽബകം കുളിരും, കൂട്ടിവച്ച കിനാക്കളുമായി ചെന്നു വീടണയും,
ഉറ്റവർക്കായെല്ലാം പങ്കിടും, ഉണ്ടുറങ്ങി ദിനവും നീങ്ങിടും, പോകാനിനിയും വൈകുന്നെന്തേ സ്ഥിരം മൊഴി ശരമായി, മരുഭൂമിയിലോ മലനാടിതിലോ പ്രവാസി ഞാൻ മകനായി. ആകെ ഈ ഒരു ജീവിത വഴിയിൽ ആയുസില്ലധികം, ആണ്ടിലൊരു നാൾ കടലു കടന്നാൽ ആരിലാണു സുഖം. ഗൾഫുകാരൻ ദേശാടനക്കിളി, ഗതിയറിഞ്ഞാൽ കരയും ഇണക്കിളി. തുടരാമിനിയും സൽക്കർമ്മവുമായി, സഹായിയായി തണലായി, ഉരുകും മനസ്സിൽ ഉണർവേകാനായി, ദുആ കരോ ബദലായി. ഇനി മാമല നാട്ടിൽ എന്നു വരും തിരികെ, പോകാനിനിയും വൈകുന്നെന്തേ സ്ഥിരം. ആസാദ്യമായിട്ടുണ്ട് ഷാഫി, കാരണം വേറൊന്നുമല്ല, മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. സോ ടച്ചിങ്, നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഈണവും എഴുത്തും. ഞാനൊരു 2.5 വർഷം പ്രവാസിയായിരുന്നു, 98-2001 പകുതി വരെ. അതുകൊണ്ട് ആ സമയത്തുള്ള അനുഭവം ഡയറി എഴുതാന്ന് പറഞ്ഞ ഉണ്ട്. അപ്പൊ അന്ന് എഴുതി വെച്ച ഒരുപാട് ആളുകളുടെ ഞാൻ കണ്ട ജീവിതങ്ങളുടെ അനുഭവങ്ങളും ഞാൻ അനുഭവിച്ച പ്രവാസമൊക്കെ പറയാം. ഇന്ന് പിന്നെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ കൈവെള്ളയിലിരിക്കുന്ന മൊബൈലിനകത്ത് വീട്ടുകാരോട് സംസാരിക്കാനെങ്കിലും സാധിക്കും. എന്നാലും പ്രവാസത്തിനൊരു വേദന ഉണ്ട്, മിസ്സിംഗ് ഉണ്ട്. അന്ന് അതുപോലും ഇല്ല, ആഴ്ചക്ക് മറ്റോ വരുന്ന കത്തുകൾ മാത്രമുള്ള അനുഭവം. അപ്പൊ ആ അനുഭവങ്ങളെല്ലാം ചേർന്നുള്ള ഒരുപാട് പ്രവാസ ഗാനങ്ങളിലൊന്നും അല്ല, അങ്ങനെ എഴുതാൻ പറ്റൂ. അതെ, കാരണം ആ അനുഭവം ഇതിനകത്ത് വളരെ പ്രകടമായിട്ട് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. സൂപ്പറായിട്ട്.